മൂന്നാമത്തത് നമ്മുടെ തന്നെ സ്വന്തം, നമ്മുടെ കിണർ, നമ്മുടെ ടാങ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ എത്രത്തോളം അത് ശുദ്ധമാക്കുന്നുണ്ട്, നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ടാങ്കുകൾ നമ്മൾ വൃത്തിയാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു 3 ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ടാങ്കും കിണറൊക്കെ നമ്മൾ സ്വന്തം നിലയ്ക്ക് തന്നെ ക്ലോറിനേറ്റ് ചെയ്താൽ പോരെ? അതെ. അത് നമ്മൾ ഒരു കാലത്ത് അത് കൃത്യമായി ഇങ്ങനെ ഒരു കാലയളവിൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഇച്ചിരി ഒരു അശ്രദ്ധ. നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള കുറേ കാലം നമ്മൾ പൂർണ്ണമായിട്ടും കോവിഡ് പ്രിവെൻറ്റ് ചെയ്യലും ആ ഒരു ഭാഗത്തേക്ക് ചിന്തിച്ചപ്പം ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെ ശ്രദ്ധ ഒരല്പം വിട്ടുപോയിട്ടുണ്ടാവാം. എനിക്കത് പേഴ്സണൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്കത് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളൊന്നുകൂടെ സ്ട്രോങ് ആക്കുകയും നമ്മുടെ വെള്ളത്തിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും ചെയ്തു തുടങ്ങിയാൽ ഒരു പക്ഷേ ആ ഭാഗം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോൾ കുടിക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ വീടുകളിലൊക്കെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുന്നത്. പക്ഷേ അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോഴും ഇനിയിപ്പോൾ രോഗാണു ഉണ്ടെങ്കിൽ തന്നെ പകരാൻ സാധ്യത ഉണ്ടല്ലേ? അതിൽ ഇപ്പം നമ്മൾ മൂക്കിൽ നേരെ എന്തെങ്കിലും ഇപ്പം അങ്ങനെ ഉണ്ടാവും, ചില ചികിത്സയുടെ ഭാഗമായിട്ട്, ചിലരുടെ ശീലങ്ങളുടെ ഭാഗമായിട്ട്. ഇപ്പം മൂക്കിൽ വെള്ളം നേരിട്ട് ഒഴിക്കുന്ന അല്ലെങ്കിൽ മൂക്കിലേക്ക് വലിക്കുന്ന അങ്ങനത്തെ ചില ശീലങ്ങളുള്ള ആളുകൾ എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ. കുളിക്കുന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഉപദേശം എന്തായാലും ജനറൽ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പം അവിടെ നമുക്ക് ആകെ ശ്രദ്ധിക്കാവുന്നത് വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ ടാങ്കും. മുസ്ലിം വിശ്വാസികളൊക്കെ അംഗസ്നാനത്തിന്റെ ഭാഗമായി മൂക്കിലേക്ക് വെള്ളം കയറ്റിച്ചീറ്റുന്നൊരു. അതെ, അങ്ങനത്തെ ചില ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ. അപ്പം മൂക്കിൽ, ചെവിയിൽ, ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇപ്പം സർജറി കഴിഞ്ഞ ആളുകൾ ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ കാര്യത്തിൽ എന്തായാലും പിന്നെ തിളപ്പിച്ചാറിയ അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിണറിലെ വെള്ളം നമുക്ക് ചെയ്യാവുന്നത് ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരുവിധം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരുവിധം വൈറസുകളെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റുന്നുണ്ട്. എന്തിനാ നിപ്പയെ പോലും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അമീബയെ നമുക്ക് വേണ്ട രീതിയിൽ ഒരു കൺട്രോളിൻ്റെ ഒരു പരിധി വിട്ടുപോകുന്ന ഒരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടി 4 വയസ്സുകാരുടെ കാര്യം തന്നെ ആ കുടുംബത്തിൻ്റെ ഒരു പരാതി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേക്കും ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശുപത്രികളിലൊക്കെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ട രീതിയിലുള്ളൊരു പെട്ടെന്നുള്ളൊരു ചികിത്സ നൽകാനുള്ളൊരു സംവിധാനങ്ങളില്ലേ? അതിൽ പിന്നെ ഇതിലൊരു പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഞാൻ ഇതിന് മുമ്പ് എല്ലാത്തിലും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പൊതുജനത്തോട് പറയുന്ന അത്ര തന്നെയും അല്ല, അതിനേക്കാൾ പ്രധാനമായിട്ട് ഇനി ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മസ്തിഷ്ക ജ്വരം, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും ഈ കാര്യം ചോദിക്കും. ഇപ്പോൾ കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ, സ്വിമ്മിംഗ് പൂളിൽ പോയിരുന്നോ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അമീബയ്ക്ക് കൂടി ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയും. അതല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അണുക്കൾക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകളും അങ്ങനെ ചികിത്സയായിട്ട് പോരും. അപ്പോൾ ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്, എന്ത് മസ്തിഷ്കജ്വരം വന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അമീബയ്ക്ക് കൂടി വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്നും, അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ചികിത്സിച്ച് തുടങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുത്തേണ്ട ഒരു മാറ്റമാണ്. ഇതിപ്പം ഇവിടെ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ലിറ്ററേച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമീബയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പരിമിതമാണെന്ന് പറയുന്നത്. കാരണം ഒന്നാമത് വിവരം, ഈ കേസുകളുടെ എണ്ണം ഇപ്പം നിപ്പയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, വളരെ തുച്ഛമായ കേസുകളും വളരെ തുച്ഛമായ വിവരങ്ങളും മാത്രമേ മൊത്തത്തിൽ ലോകത്തെവിടെ നോക്കിയാലും ഈ അമീബയുടെ ഭാഗത്തുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുന്ന പോലെ ഈ കാര്യത്തിലും നമ്മൾ കുറച്ച് മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടി വരും. പിന്നെ ചികിത്സയുടെ കാര്യമാണെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ഇതിനു വേണ്ടി നിർദ്ദേശിക്കുന്ന ഗൈഡ് ലൈൻ പ്രകാരമുള്ള മരുന്നുകളൊക്കെ ഇപ്പം ഒരുവിധം വലിയ സെൻറ്ററുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുകയും നേരത്തെ കണ്ടുപിടിക്കുകയും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അമീബിക് മെനിഞ്ചൈറ്റിസിൽ ആകെ മൊത്തം നമ്മൾ വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മരണസാധ്യത പറയുന്നത് വളരെ വലിയ ശതമാനമാണ്. അത് വെച്ച് നോക്കുമ്പം നമ്മുടെ വന്നിരിക്കുന്നത് എണ്ണം കുറവാണെന്നും കുറച്ചുകൂടി നല്ല റിസൾട്ട് ഇപ്പം നമുക്ക് കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കണ്ടെത്തുന്നത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഈ പറഞ്ഞ ഈ ടെസ്റ്റും അമീബയെ കണ്ടെത്തലും അതിന് കുറച്ച് നല്ല എക്സ്പേർട്ട് തന്നെ വേണം. കാരണം ഇപ്പോൾ ഇതിപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഈ അമീബയെ കണ്ടെത്തണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആവശ്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെസ്റ്റുകളൊക്കെ PCR ഒക്കെ കുറച്ച് വളരെ സങ്കീർണമാണ്. അപ്പം ഇത് കണ്ടെത്തൽ ഒരു സാധാരണ ലെവലൊരു എളുപ്പമുള്ള കാര്യമേ അല്ല. അപ്പോൾ അതിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ PCR ചെയ്തു തുടങ്ങി, കോഴിക്കോടും തിരുവനന്തപുരത്തും
പിന്നെ മൈക്രോബയോളജി ഭയങ്കര സ്ട്രോങ് ആണ് ഇത് കണ്ടെത്തുന്നതിൽ. അപ്പോൾ അങ്ങനെ മെല്ലെ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ കണ്ടെത്തുന്നതിൻ്റെ ആ ഒരു ലെവലിലും ട്രീറ്റ് ചെയ്യുന്ന ലെവലിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കൂടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം.